friends, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ 10 ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ്, സോഷ്യൽ എല്ലാ വിഷയത്തിൻ്റെയും കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലിയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഒരു കൊളാഷാണ്. ഡൽഹി ഡെൻസ് ഫോഗ് ഇൻ സിറ്റി, ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റ് ത്രെറ്റൻ ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ചിട്ടുള്ള ഒരു കൊളാഷാണ്. അപ്പോൾ ഡെൻസ് ഫോഗ് ഇൻ സിറ്റി, ഡൽഹി സിറ്റിയിൽ നല്ല ഫോഗുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഭൂമിയിലെ ജീവന് ഭീഷണിയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എനി 2 ഗ്യാസസ് കോസിങ് ആൻ ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടാൻ, ചൂട് കൂടാൻ കാരണമായ 2 ഗ്യാസസിൻ്റെ പേരെഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which are the human activities adversely affecting the fragile balance of the atmosphere? അറ്റ്മോസ്ഫിയറിൻ്റെ ബാലൻസ് പ്രതികൂലമായി ബാധിക്കുന്ന 2 മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എഴുതാനാണ്. ഫസ്റ്റ് വൺ, എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് കോൾ, പെട്രോൾ എക്സെട്ര. എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് കോൾ, പെട്രോളിയം, ഫോസിൽ ഫ്യൂൽസായ കോൾ, പെട്രോൾ തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗം. പിന്നെ എയർ ഈസ് പൊല്യൂട്ടഡ് ബൈ ഗ്യാസസ് ഫ്രം വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. സജസ്റ്റ് റെമഡീസ് ടു കൺസർവ് നേച്ചർ. റൈറ്റ് എനി 3 ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള 2 പരിഹാര മാർഗങ്ങൾ, റെമഡീസ് എഴുതാനാണ്. ദ യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂവലിന് പകരം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് വെഹിക്കിൾസ്, യൂസ് സൈക്കിൾ, ഡോണ്ട് ബേൺ പ്ലാസ്റ്റിക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായി പഠിച്ചത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടാനുള്ള 2 ഗ്യാസസ് ആണ്. അത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. അതേപോലെ തന്നെ 2 ഹ്യൂമൻ ആക്ടിവിറ്റീസും അതിൻ്റെ റെമഡീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2ാമത്തെ ആക്ടിവിറ്റി. ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ ഓഫ് ഇന്ത്യ ഈസ് സ്പ്രെഡഡ് ടു ദ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ ഗ്ലിംസ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ചാപ്റ്ററിൽ നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലേറ്റ്, പെനിൻസുലർ പ്ലേറ്റ്, കോസ്റ്റൽ പ്ലെയിൻ തുടങ്ങിയ 4 ഫിസിയോഗ്രഫിക് ഡിവിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. അതേപോലെ 2ാമത്തെ ചോദ്യം: നോർത്തേൺ പ്ലെയിൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ ബാക്ക് ബോൺ അഥവാ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്? നോർത്തേൺ പ്ലെയിൻസ് ആണ്. അത് എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പം നമ്മളും 4 ഫിസിയോഗ്രഫിക് ഡിവിഷൻ പഠിച്ചാൽ ആദ്യത്തേതാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ. അപ്പം നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ്. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ദ കോൾഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം സെൻട്രൽ ഏഷ്യ ഡ്യൂറിങ് വിൻ്റർ സീസണിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? നോർത്ത് മൗണ്ടൻ റീജിയൻ ആണ്. ഇറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം ദ കോൾഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം സെൻട്രൽ ഏഷ്യ during the winter. It blocks the monsoon winds and cause rainfall all over North India. പിന്നെ എന്താ ചെയ്യുന്നത്? മൺസൂൺ വിൻഡ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റെയിൻഫോൾ, എല്ലാ സ്ഥലത്തും റെയിൻഫോൾ കിട്ടുന്നു. The mountain ranges have been protecting us from the invasion of the northwest invaders. It acts as a natural barriers. നുഴഞ്ഞ കയറ്റക്കാരിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻസ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പല എക്സാമിനും വന്നിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. അതേപോലെ തന്നെ 2ാമത്തെ ചോദ്യം നോക്കൂ. നോർത്തേൺ പ്ലെയിൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കണോമി. അപ്പം ചിലപ്പോൾ ചോദിക്കാം ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കണോമി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? നോർത്തേൺ പ്ലെയിൻസ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫെർട്ടൈൽ സോയിൽ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, സ്യൂട്ടബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ എക്സെട്ര പ്രൊവൈഡ് ആംബിൾ ചാൻസസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ്. അപ്പം ഡിഫറെൻറ്റ് ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഫെർട്ടൈൽ സോയിലും അവൈലബിലിറ്റി ഓഫ് വാട്ടറും സ്യൂട്ടബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല പല ഇനം ക്രോപ്സ് അവിടെ വിളയിച്ചെടുക്കാൻ പറ്റുള്ളൂ. ദിസ് പ്ലെയിൻ കോൺട്രിബ്യൂട്ട്സ് മച്ച് ടു ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. അപ്പം
ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ കൂടുതൽ ഭാഗവും എവിടെ നിന്നാണ് വരുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. ദിസ് ഏരിയ കാറ്റേഴ്സ് ടു ദ ഫുഡ് requirement of the enormous population of the country. Therefore, this plain is known as the backbone of Indian economy. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഈ കൺട്രിയിലുള്ള ജനങ്ങൾക്ക് മുഴുവനും ഭക്ഷണം വരുന്നത് എവിടെ നിന്നാണ്? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നിന്നാണ്. അധിക ഭൂരിഭാഗവും ഭക്ഷണം വരുന്നത് എവിടെ നിന്നാണ്? ഭക്ഷണ സാധനങ്ങളൊക്കെ ക്രോപ്പ് കൾട്ടിവേഷനൊക്കെ എവിടെ നിന്നാണ്? നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് as the backbone of Indian economy. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. At first, the seat of the British government in India was Bengal. British decided to divide Bengal into two. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ കീഴടക്കിയ സ്ഥലം ഏതാണ്? ബംഗാളാണ്. അപ്പോൾ അവരെന്താക്കി? ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഹൂ ഡിവൈഡഡ് ബംഗാൾ ആൻഡ് വിച്ച് ഇയർ? ആരാണ് ബംഗാളിനെ ഡിവൈഡ് ചെയ്തത്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ അത് എപ്പോഴാണ് നടന്നത്? ആരാണ് ഈ ചെയ്ത വൈസ്രോയ്? അപ്പോൾ ആരാണ്? 1905 ലോർഡ് കേഴ്സൺ ആണ്. ആരാണ്? 1905 ലോർഡ് കേഴ്സൺ ആണ് എന്ത് ചെയ്തത്? ആ ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചത്. അത് ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ് 1905. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ റിയാക്ട് അപ്പോൺ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? അപ്പോൾ ബംഗാളിലെ ജനങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല, അവരിതിന് റിയാക്ട് ചെയ്തു. അവരേതൊക്കെ രീതിയിലാണ് റിയാക്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. The agitation against the partition stirred Bengal and other parts of India. National dailies, poets and social leaders strongly opposed the partition. അപ്പോൾ ഈ പാർട്ടീഷൻ്റെ നാഷണൽ ഡെയിലീസ്, ദേശീയ ദിനപത്രങ്ങൾ, പോയറ്റ്സ്, കവികൾ, അതേപോലെ തന്നെ സോഷ്യൽ ലീഡേഴ്സൊക്കെ ഇതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തു. ദേ ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തും അവർ പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു. ദേ പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സൊക്കെ വിറ്റ ഷോപ്സൊക്കെ അവരെന്താ പിക്കറ്റ് ചെയ്തു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഒക്കെ കത്തിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗേൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്കെതിരെ പബ്ലിക് മീറ്റിംഗ്സും അതേപോലെ മാർച്ചും ഒക്കെ അവർ ഓർഗനൈസ് ചെയ്തു. ദേ പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തു. ഇതൊക്കെയാണ് അവർ ബംഗാൾ പാർട്ടീഷനെതിരെ ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടായോ? കാര്യമുണ്ടായി. എന്താണ് ഉണ്ടായത്? ആസ് എ റിസൾട്ട് ഓഫ് ദ അജിറ്റേഷൻ ഓഫ് ദ പീപ്പിൾ അഗേൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻക്രീസ്ഡ് ഇൻ മെനി ഫോൾഡ്. കൺസിഡറിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ അജിറ്റേഷൻ, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് കമ്പൽഡ് ടു വിത്ഡ്രോ ദ പാർട്ടീഷൻ. അപ്പോൾ ഈ അജിറ്റേഷനൊക്കെ കാരണം അവരെന്താക്കി? ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്തു, അല്ലേ? ദേ കമ്പൽഡ് ടു വിത്ഡ്രോ ദ പാർട്ടീഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. എന്താണ്? ദേ കമ്പൽഡ് ടു വിത്ഡ്രോ ദ പാർട്ടീഷൻ. അപ്പം പാർട്ടീഷൻ ഓഫ് ബംഗാൾ അവർ ക്യാൻസൽ ചെയ്തു. അത് നടന്ന വർഷമാണ് 1911. ഓക്കെ, അപ്പോൾ 1905 ഇവരെന്ത് ചെയ്തു? 1905 ഇവർ ബംഗാൾ വിഭജിച്ചു. അതേപോലെ തന്നെ 1911 അവർ ആ ഒരു തീരുമാനം റദ്ദാക്കി. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. Instruments used to identify the measure atmosphere phenomena are given below. Name the instrument, the measuring unit and the atmospheric phenomena in a table. അപ്പോൾ ഇതിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് 5 ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും എന്താണ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്തറിയാം? തെർമോമീറ്റർ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. തെർമോമീറ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്നത്? അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ, ചൂട്, അന്തരീക്ഷത്തിലെ ചൂട് അളക്കാനാണ് എന്തുപയോഗിക്കുന്നത്? തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഇത് അനീമോമീറ്റർ ആണ്. ഇതെന്താണ്? അനീമോമീറ്റർ. അനീമോമീറ്റർ എന്താണ്? അതിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പീഡ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ വേഗത അളക്കാനാണ് സ്പീഡ് ഓഫ് വിൻഡ്. ഇനി അടുത്തത് ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ ഹെക്ടോ പാസ്കൽ ഓർ മില്ലിബർ, ഇതാണ് അതിൻ്റെ യൂണിറ്റ്.
അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്. തെർമോമീറ്റർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. അത് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ പനിയൊക്കെ പിടിച്ചാൽ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ടാണ് പരിശോധിക്കല്ലേ. നമ്മുടെ നാവിൻ്റെ അടിയിലും ഒക്കെ തെർമോമീറ്റർ വെക്കും. എന്തിനാണ്? പനി കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് തെറ്റിപ്പോയില്ല. തെർമോമീറ്ററാണ് ടെമ്പറേച്ചർ. ഓക്കെ, ബാരോമീറ്ററാണ് പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി അടുത്തത് ഹൈഗ്രോമീറ്ററാണ്. ഈ നാലാമത്തെ എന്താണ്? ഹൈഗ്രോമീറ്ററാണ്. ഹൈഗ്രോമീറ്ററാണ് നാലാമത്തേത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്ന ഹ്യൂമിഡിറ്റി നോക്കാനാണ്. അതായത് വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ ഈർപ്പമാണ്, വാട്ടർ കണ്ടൻറ്റാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അത് അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അതാണ് ഇത്. അത് ക്യൂബിക് മീറ്ററാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി അടുത്തത് റെയിൻ ഗേജ് ആണ്. അത് സെൻറ്റിമീറ്റർ ഇഞ്ചിലുമാണ് പറയുക. റെയിൻ അതായത് മഴ അളക്കാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് റെയിൻ ഗേജ്. അപ്പോൾ ഒന്നും മറക്കരുത്. തെർമോമീറ്ററാണിത്, ഇത് അനീമോമീറ്ററാണ്, ഇത് ബാരോമീറ്ററാണ്, ഇത് ഹൈഗ്രോമീറ്ററാണ്, ഇത് റെയിൻ ഗേജാണ്. റെയിൻ ഗേജ് റെയിൻ അളക്കാനാണ്. അതേപോലെ ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി, ഹൈഗ്രോ എച്ചിലാണ് ഹ്യൂമിഡിറ്റി, എച്ച് അങ്ങനെ ഓർത്തേക്കുക. ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അനീമോമീറ്റർ സ്പീഡ് ഓഫ് വിൻഡാണ്. തെർമോമീറ്റർ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. Okay, there are two rainy seasons in India, the southwest monsoon and northeast monsoon. അപ്പോൾ രണ്ട് റെയിനി സീസണാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഒന്നെന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂണും ഒന്ന് നോർത്ത് ഈസ്റ്റ് മൺസൂണുമാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ മിസറീസ് ഫേസ് ബൈ ദ പീപ്പിൾ ഡ്യൂറിങ് ദ റെയിനി സീസൺ. റെയിനി സീസണിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ആളുകൾ ഫേസ് ചെയ്യുന്നതെന്ന്. എന്തൊക്കെയാണ്? ഫ്ലഡ് ഉണ്ട്, ക്രോപ്പ് ഫെയിലിയർ ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫ്ലഡ്, ക്രോപ്പ് ഫെയിലിയർ, ലാൻഡ് സ്ലൈഡ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെഷേഴ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ഫ്ലഡ്. അപ്പോൾ ഫ്ലഡ് വന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഓക്കെ, ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ഫ്ലഡ്. ബിൽഡ് ഡാംസ്, ഡാമുകൾ ബിൽഡ് ചെയ്യാം. എഫോറസ്റ്റേഷൻ, ഡിസ്കറേജ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഇൻ ദ അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്, relocating people from the flood affected area, establishing early warning system. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലഡിൻ്റെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ്? ബിൽഡ് ഡാംസ്, അഫോറസ്റ്റേഷൻ, ഡിസ്കറേജ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഇൻ ദ അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്, റീലൊക്കേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ്, എസ്റ്റാബ്ലിഷിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Some principles are laid down in our constitution as the direction for the policy makers and rulers to ensure social justice. They are known as directive principle of state policy. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിലൊരു ഫീച്ചറാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, അപ്പോൾ സം പ്രിൻസിപ്പിൾസ് ആർ ലെയ്ഡ് ഡൗൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ഡയറക്ഷൻ ഫോർ ദ പോളിസി മേക്കേഴ്സ്. അപ്പോൾ പോളിസി മേക്കേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ളത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കമ്പയർഡ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമുള്ള മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണ്? A person can approach the judiciary if his or her fundamental rights are violated. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെ നമ്മൾ 6 റൈറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ്സ് ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ നമുക്ക് എവിടെ പോവാം? ജുഡീഷ്യറി, അതായത് കോടതിയെ സമീപിക്കാം. അതാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. എ പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ ജുഡീഷ്യറി ഇഫ് ഹിസ് ഓർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്, ബട്ട് വൺ കനോട്ട് അപ്രോച്ച് ദ കോർട്ട് ടു എൻഫോഴ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോടതിയെയും സമീപിക്കാൻ പറ്റില്ല. അതാണ് ഇത് തമ്മിലുള്ള
പ്രധാന വ്യത്യാസം. They are put into the practice through the willpower of the government and people. അപ്പോൾ അതെങ്ങനെയാണ്? They are put into the practice through the willpower of the government and the people. അപ്പോൾ ജുഡീഷ്യറിക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ ജുഡീഷ്യറി അതിൽ ഹെൽപ്പ് ചെയ്യും. അതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ എ ഫിനോമിന ദാറ്റ് ഒക്കെ നാച്ചുറലി ആൻഡ് റിസൾട്ട് ഇൻ ഹെവി ലോസ് ഓഫ് ലൈഫ് പ്രോപ്പർട്ടി ഓഫ് മാൻ. ലിസ്റ്റ് ഔട്ട് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് യു നോ. ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചാൽ അത് മനുഷ്യൻ്റെ ജീവനും അതേപോലെ തന്നെ സ്വത്തിനും വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സംഭവമാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ഔട്ട് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് യു നോ. നിങ്ങൾക്കറിയാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എഴുതാനാണ്. ഓക്കെ, ഫ്ലഡ്, okay, landslide, drought, tsunami, storm, earthquake, heavy thunder and lightning, wildfire. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഫ്ലഡ്, ലാൻഡ്സ്ലൈഡ്, ഡ്രോട്ട്, സുനാമി, സ്റ്റോം, എർത്ത് ഹെവി തണ്ടർ ആൻഡ് ലൈറ്റനിങ്, വൈൽഡ് ഫയർ, കാട്ടുതീ. ഓക്കെ, ഇനി അടുത്തത് സജസ്റ്റ് ഡിഫറെൻറ്റ് പ്രീക്കോഷണറി സ്റ്റെപ്സ് ടു അവോയ്ഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് സ്വീകരിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവോയ്ഡ് ദ അൺസയൻറ്റിഫിക് ഇൻ്റർഫറൻസ് ഓഫ് മാൻ ഇൻ ദ നേച്ചർ. മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ ഒഴിവാക്കുക. അശാസ്ത്രീയമായ ഇടപെടലുകൾ ഒഴിവാക്കുക. അവോയ്ഡ് അൺസയൻറ്റിഫിക് ഇൻ്റർഫറൻസ് ഓഫ് മാൻ ഇൻ നേച്ചർ. ഇനി അടുത്തത് എന്താണ്? മേക്ക് ഇഫക്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ യൂട്ടിലൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻഡ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മിനിമൈസേഷൻ ഓഫ് നാച്ചുറൽ. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാം മേക്ക് ഇഫക്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ യൂട്ടിലൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് മെയിൻറ്റെയിൻഡ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മിനിമൈസേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഫക്റ്റീവ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കാനുണ്ട്. കൺട്രോൾ ദ ലാർജ് സ്കെയിൽ മൈനിങ് ആക്ടിവിറ്റീസ്, അതായത് ഒരുപാട് ഖനന പ്രക്രിയകൾ കുറയ്ക്കുക. വിച്ച് മേ കോസ് എൻവയൺമെൻറ്റ് ഡിസാസ്റ്റേഴ്സ് ബൈ ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്ഫിയർ ഓഫ് എർത്ത് ഇൻക്ലൂഡ്സ് ഓൾ ദ ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത്? ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ. ഇത് എന്താ ആൻസർ? ബയോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Evil customs and practices that existed in India were eradicated by the efforts of many social reformers. അപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഈവിൾ പ്രാക്ടീസസും കസ്റ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ചു നീക്കപ്പെട്ടു. പണ്ടത്തെ പോലെയല്ല ഇന്നുള്ളത്. ഹൂ ഫൗണ്ടഡ് ദ ഓർഗനൈസേഷൻ സാധുജന പരിപാലന സംഘം. അപ്പം സാധുജന പരിപാലന സംഘം ആരാണ് ഫൗണ്ട് ചെയ്തത്? അയ്യങ്കാളിയാണ്. ഓക്കെ, ഇനി അടുത്ത് ദ സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് കേരള ഫോർട്ട് എഗെയിൻസ്റ്റ് ഹോൾ എവിൾസ് ദാറ്റ് പ്രിവൈൽഡ് കേരള. അപ്പോൾ സോഷ്യൽ റിഫോമേഴ്സ് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഫോർ ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഓൾ സെക്ഷൻ അലോങ് ദ പബ്ലിക് റോഡ്. എല്ലാ പബ്ലിക് റോഡിലൂടെയും എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റി. ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഓക്യുപ്പേഷൻ, ഡ്രസ്സ് കോഡ്, എഡ്യൂക്കേഷൻ എക്സെട്ര. അതായത് ജാതിയുടെ പേരിൽ അതേപോലെ ഡ്രസ്സിൻ്റെ പേരിലുള്ള വേർതിരിവൊക്കെ നിന്നു. ഫോർ ഫ്രീഡം ഓഫ് വേർഷിപ്പ്, ഫോർ ജെൻഡർ ഇക്വാലിറ്റി. പിന്നെ ആരാധനയ്ക്കുള്ള അവകാശം, അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി. ഇതൊക്കെ സോഷ്യൽ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ്. ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ആർ ഫൗണ്ട് ഓൺ ലിത്തോസ്ഫിയർ. അപ്പം ലിത്തോസ്ഫിയറിൽ നമ്മൾ പല ലാൻഡ് ഫോംസും കണ്ടിട്ടുണ്ടല്ലേ. വിച്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഇൻ ദ വേൾഡ്? വേൾഡിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട് ഏതാണ്? ചലഞ്ച് ഡീപ്പ് ഓഫ് പസഫിക് ഓഷ്യൻ. ഹൗ ആർ ലിത്തോസ്ഫിയർ യൂസ്ഫുൾ ടു മാൻ? നമുക്ക് എങ്ങനെയാണ് ലിത്തോസ്ഫിയർ ഉപകാരപ്പെടുന്നത്? ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. ലാൻഡ് ഫോർ കൾട്ടിവേഷൻ? നമുക്ക് കൃഷി ചെയ്യാനൊരിടം. അതേപോലെ പ്ലേസ് ടു കൺസ്ട്രക്റ്റ് റോഡ് ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട്. അതായത് റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ തീവണ്ടി ഗതാഗതത്തിനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ലിത്തോസ്ഫിയർ. To get stone, sand and etc. for construction from lithosphere.
ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്തായിട്ട് എഴുതാം, നമുക്ക് സ്റ്റോണ്, സാൻഡ്, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്, ലിത്തോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത്. പ്ലേസ് ഫോർ മൈനിങ് വർക്ക്സിന് പ്ലേസ് ഏതാണ്, ലിത്തോസ്ഫിയർ ആണ്. ലൈക്ക് ദ എബോവ് ദ ലിത്തോസ്ഫിയർ ഈസ് യൂസ്ഫുൾ ഫോർ മെനി നീഡ്സ് ഓഫ് മെൻ. മനുഷ്യൻ്റെ പല ആവശ്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന ആരാണ്, ലിത്തോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, how are the low-lying and expansive landforms in lithosphere called? Low-lying and expansive landformsനെ പറയുന്നത് എന്താണ്, plains എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, plains. ഓക്കെ, plains. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റിവേഴ്സ് ഹാവ് എ പ്രൊഫൗണ്ട് റോൾ ഇൻ ഫ്ലറിഷിംഗ് അഗ്രികൾച്ചർ ആൻഡ് ഇവോൾവിംഗ് ആൻ അഗ്രോ ബേസ്ഡ് കൾച്ചർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം അഗ്രികൾച്ചർ കൺട്രിയാണ്, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നദികൾ നമുക്ക് ആവശ്യമാണ്. വെള്ളമില്ലെങ്കിൽ കൃഷി നടക്കൂല. അപ്പോൾ ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ദ പെനിൻസുലർ റിവേഴ്സ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെനിൻസുലർ റിവേഴ്സും അതേപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സും. ഇവിടെ പെനിൻസുലർ റിവേഴ്സ് ഏതാണെന്ന് എഴുതാനാണ്. ഇൻഡസ് എന്താണ്, ഹിമാലയൻ റിവറാണ്. അപ്പോൾ ഇൻഡസ് ഒരു പെനിൻസുലർ റിവർ അല്ല, ഇൻഡസ് എന്താണ്, ഹിമാലയൻ റിവറാണ്. അതേപോലെ എന്താണ്, ഗോദാവരി. അപ്പോൾ നമുക്ക് ഗോദാവരി പെനിൻസുലർ റിവറാണ്. അപ്പോൾ നമുക്ക് ഗോദാവരി ടിക്കിടാം. ഓക്കെ, ഗോദാവരി ഒരു പെനിൻസുലർ റിവറാണ്. ഓക്കെ, പിന്നെ ബ്രഹ്മപുത്ര ഹിമാലയൻ റിവറാണ്. ബ്രഹ്മപുത്ര എന്താണ്, ഹിമാലയൻ റിവറാണ്. കൃഷ്ണ എന്താണ്, കൃഷ്ണ ഒരു പെനിൻസുലർ റിവേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, കൃഷ്ണയും ഗോദാവരിയും നമുക്ക് പെനിൻസുലർ റിവറായിട്ട് എഴുതാം. ഇനി അടുത്ത എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഈ നോർത്ത് ഇന്ത്യൻ റിവേഴ്സ്. നോർത്ത് ഇന്ത്യൻ റിവേഴ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഈ നോർത്ത് ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹിമാലയൻ റിവേഴ്സ് തന്നെയാണല്ലേ. അതിനെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം, ദേ ഒറിജിനേറ്റ് ഫ്രം ഹിമാലയാസ്. അവ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ദേ ഒറിജിനേറ്റ് ഫ്രം ഹിമാലയാസ്. ആസ് ദേ ഒറിജിനേറ്റ് ഫ്രം ദ സ്നോ ക്ലാഡ് മൗണ്ടൻസ് ദേ ആർ പെറനിയൽ റിവേഴ്സ്. മഞ്ഞു മൂടിയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്, പെറനിയൽ റിവേഴ്സ് എന്നാണ് പറയുന്നത്. ആസ് ദേ ഒറിജിനേറ്റ് ഫ്രം ദ സ്നോ ക്ലാഡ് മൗണ്ടൻസ് ദേ ആർ പെറനിയൽ റിവേഴ്സ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റായിട്ട് എന്താണ്, since they are very long they provide water to many states in India. ഒരുപാട് നീളമുള്ള നദികളാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും വെള്ളം സപ്ലൈ ചെയ്യുന്ന ആരാണ്, ഈ ഹിമാലയൻ റിവേഴ്സാണ്. ഓക്കെ, they deposit a lot of alluvium on the plains during floods. This increases the fertility of the soil. അപ്പോൾ അവർ വേറെ എന്താ ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ഓഫ് അലൂവിയം സോയിൽ. പ്ലെയിൻസിലൊക്കെ അലൂവിയം സോയിൽ ഇവർ ഒഴുകുന്ന കൂട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്തുണ്ടായത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ടായത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹിമാലയൻ റിവേഴ്സ് വഹിച്ചു കൊണ്ടുവരുന്ന അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ടായത്. അപ്പോൾ ആ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഒരുപാട് കൃഷി ചെയ്യാൻ കാരണം എന്താണ്, അവിടുത്തെ ഫെർട്ടിലിറ്റി ഓഫ് സോയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. അതിന് ഒരു കാരണം എന്താണ്, ഹിമാലയൻ റിവേഴ്സാണ്. ഓക്കെ, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് അലൂമിനിയം ബ്രോഡ് ബൈ ഹിമാലയൻ റിവേഴ്സ്. ഞാനിപ്പം പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് അവിടെ എഴുതിയത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് മൗണ്ടൻ റീജിയൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ റിവേഴ്സിൻ്റെ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് റിവർ ബാങ്ക് ഡസ് ദ ഫേമസ് വാരണാസി ടൗൺ സിറ്റുവേറ്റഡ്. അപ്പം വാരണാസി ടൗൺ സിറ്റുവേറ്റ് ചെയ്തത് എവിടെയാണ്, റിവർ ഗംഗ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. അതിൻ്റെ ലിങ്ക് ആനുവൽ എക്സാമിനും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.